ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സരോജ ഹോം ടിപ്സിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അലോവേറ ജെൽ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് 1-2 പീസ് അലോവേറ, കുറച്ച് വെള്ളം, ഒരു കഷ്ണം നാരങ്ങ, അതിൻ്റെ പകുതി മതി കോൺഫ്ലോർ, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ. അലോവേറ ലീഫ് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ നൂത്ത് വെക്കണം. ഇതിൻ്റെ അടിയിലുള്ള കറ പുറത്തേക്ക് പോയ ശേഷം വൃത്തിയാക്കി എടുക്കുക. ഈ കറ മാറ്റിയില്ലെങ്കിലുള്ള പ്രശ്നം നമ്മുടെ മുഖത്ത് ചൊറിച്ചിലും അലർജിയൊക്കെ ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. സെൻസിറ്റീവ് സ്കിൻകാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന അലോവേറ ലീഫിൻ്റെ അകത്തുള്ള ജെല്ലാണ് നമുക്ക് ആവശ്യം. നമുക്ക് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഒരു കത്തി എടുത്തതിന് ശേഷം സൈഡിലുള്ള മുള്ള് മുറിച്ചെടുക്കണം. രണ്ട് സൈഡിലെ മുള്ള് മാറ്റിയിരിക്കുന്നു. ഇനി ഇതിൻ്റെ മേൽവശത്തുള്ള ഇത് എടുക്കാം. ഇനി സാവധാനം ഒരു സ്പൂൺ എടുത്ത് ഇതിൻ്റെ മേളിലത്തെ ജെല്ലെടുക്കാം. നമുക്കിവിടെ ക്ലിയർ ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജെൽ ഉണ്ടാക്കാൻ പോകാം. അലോവേറ ജ്യൂസ് നമുക്ക് 10 മിനിറ്റ് ബോയിൽ ചെയ്തെടുക്കാം. ഫ്ലോർ കുറച്ച് വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് ജെൽ രൂപത്തിലായിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഒരു സ്പൂണോ ഫോക്കോ ഉപയോഗിച്ച് നന്നായി യോജിപ്പിച്ചെടുക്കുക. പത്ത് 15 മിനിറ്റ് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. അലോവേറ ജെൽ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബോട്ടിലേക്ക് മാറ്റാം. കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന ബോട്ടിൽ ലോങ് ലാസ്റ്റിംഗ് ചെയ്യും അലോവേറ ജെൽ. ഫ്രിഡ്ജിൽ വെച്ചാൽ 1 മാസം വരെ
കേടുകൂടാതെ ഇരിക്കും. ഇത് നൈറ്റ് ക്രീമായിട്ട് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. റൂം ടെമ്പറേച്ചറിൽ ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും.